നമസ്കാരം. CPI നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സി അച്യുതമേനോനെ CPM ഉയർത്തിപ്പിടിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്ന റിപ്പോർട്ട്. അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ഉള്ളതും ഇടതുപക്ഷ സർക്കാരായിരുന്നു എന്നാണ് CPIയുടെ നിലപാട്. ആ തലത്തിൽ അംഗീകാരം അച്യുതമേനോന് ഉറപ്പാക്കാനാണ് CPIയുടെ നീക്കം. ഇത് CPM അംഗീകരിക്കാൻ സാധ്യതയില്ല. EMS സർക്കാരിനെ വീഴ്ത്തുകയും കോൺഗ്രസിനൊപ്പം ചേർന്ന് ഭരിക്കുകയും ചെയ്തവർ ഇടതുപക്ഷമല്ല എന്നാണ് CPM പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പരസ്യ സംവാദത്തിന് CPM തയ്യാറാകുന്നുമില്ല. പരസ്യ സംവാദം വിവാദം പുതിയ തലത്തിൽ എത്തിക്കുമെന്നതിനാലാണ് ഇത്. നയവും സമീപനവുമാണ് ഒരു സർക്കാരിൻ്റെ ഇടതുപക്ഷ രീതി നിശ്ചയിക്കുന്നത് എന്നാണ് അച്യുതമേനോനു വേണ്ടി ബിനോയ് വിശ്വം ഉയർത്തുന്ന വിശദീകരണം. CPIയുടെ രാഷ്ട്രീയവാദവും പ്രചാരണവും മാത്രമായി അച്യുതമേനോൻ വിഷയത്തെ CPM ചുരുക്കും. പിണറായി സർക്കാരിനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ CPM ഉയർത്തുന്ന തുടർഭരണം, വികസന നേട്ടം എന്നിവയെല്ലാം അച്യുതമേനോനിലും നിറയുന്നവയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അച്യുതമേനോനെ CPM കണ്ടില്ലെന്ന് നടിക്കുന്നത്. അച്യുതമേനോനോട് CPMനുള്ള അയിത്തം തിരുത്തേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് CPI രംഗത്ത് വരുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാന്തരം പോരാളിയായ കമ്മ്യൂണിസ്റ്റും ദീർഘവീക്ഷണവുമുള്ള മനുഷ്യസ്നേഹിയായ ഭരണാധികാരിയായിരുന്നു അച്യുതമേനോൻ. അച്യുതമേനോൻ സർക്കാരിനേക്കാൾ അധികമൊന്നും പിന്നീട് ആർക്കും ചെയ്യാനായിട്ടില്ല. എന്നിട്ടും ആ സർക്കാരിനെ ഇടതുപക്ഷ സർക്കാരായി കണക്കാക്കാൻ ചിലർക്ക് മടിയാണ്. ഭിന്നിപ്പുണ്ടായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മറ്റെന്തോ ആയി മാറാൻ പാടില്ല എന്നും ബിനോയ് വിശ്വം പറയുന്നു. അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ചടങ്ങിലായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ പരാമർശങ്ങൾ. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് അച്യുതമേനോൻ സർക്കാരാണ്. അതിന് തുടക്കമിട്ടത് CPI നേതാക്കൾ കൂടി ഭാഗമായ EMS സർക്കാരാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ നേട്ടം EMS സർക്കാരിന് അപ്പുറത്തേക്ക് പോകാൻ CPM അങ്ങനെ സമ്മതിക്കാറില്ല. ഭൂപരിഷ്കരണത്തിൻ്റെ 50ാം വാർഷികം 2019 CPI ഒറ്റയ്ക്ക് നടത്തിയിരുന്നു. തുടർഭരണം നേടിയ ആദ്യ സർക്കാർ അച്യുതമേനോൻ്റേതായിരുന്നു എന്ന് CPI പറയുന്നു. എന്നാൽ ഒന്നിച്ചു നിൽക്കേണ്ട കാലത്ത് അച്യുതമേനോനെയും ഉൾക്കൊണ്ട് തിരുത്തണം എന്ന CPI ആവശ്യം തൽക്കാലം CPM ഏറ്റെടുക്കില്ല. 5 വർഷം പൂർത്തിയാക്കിയ ശേഷം തുടർഭരണം നേടുന്നത് പിണറായി സർക്കാരാണ്. കേരളത്തിലെ ആദ്യ തുടർഭരണവും ഇടതുപക്ഷത്തിൻ്റെ ഭരണ തുടർച്ചയും പിണറായി സർക്കാരിനാണ് എന്നാണ് CPM വാദം. അച്യുതമേനോൻ്റെ ഭരണകാലത്ത് ഭൂപരിഷ്കരണവും ഗ്രാറ്റുവിറ്റി നിയമവും മാത്രമല്ല 54 പൊതുമേഖലാ സ്ഥാപനങ്ങളും തുടങ്ങി. വികസനത്തിന് വേഗം നൽകിയ നേതാവും അച്യുതമേനോനായിരുന്നു. എന്നാൽ വലത് കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു പിളർപ്പിന് പിന്നാലെ CPIക്ക് CPM നൽകിയ പേര്. അച്യുതമേനോനും ഈ ഗണത്തിലുള്ളതാണ് എന്ന് CPM വിലയിരുത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായ കാലത്ത് ചെയ്ത തെറ്റുകൾ തിരുത്താൻ കാലമായി എന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട്. അച്യുതമേനോൻ എന്നാൽ അടിയന്തരാവസ്ഥയാണെന്ന് ആരൊക്കെയോ പറയുന്നു. അത് തെറ്റാണ്. അച്യുതമേനോൻ എന്നാൽ ജന്മിത്തത്തിൻ്റെ അന്ത്യവും ലക്ഷം വീടും ശ്രീചിത്ര അടക്കമുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളുമാണ്. തൊഴിലാളികൾക്കായി ഗ്രാറ്റുവിറ്റി നിയമവും പാവങ്ങൾക്ക് വീടും നൽകിയ ഭരണാധികാരി ഇടതുപക്ഷമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഭൂപരിഷ്കരണത്തിൻ്റെ ശില്പിയാണ് അച്യുതമേനോൻ. ആദ്യ ഇടതുപക്ഷ സർക്കാരിൻ്റെ ആശയങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കിയത് എന്നും ബിനോയ് വിശ്വം വിശദീകരിക്കുന്നു.